ചലച്ചിത്ര അക്കാദമിയിലെ പരസ്യ പോരിനിടെ ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനത്തിൽ രഞ്ജിത്തിനെ കൂകി വിളിച്ച് കാണികൾ. ചെയർമാൻ രഞ്ജിത്ത് പറയുന്നത് അസംബന്ധവുമെന്നും വിവരക്കേടുമാണെന്നും രഞ്ജിത്തിനെ പുറത്താക്കണമെന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു. രഞ്ജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ സമാപന സമ്മേളനം പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമാപന സമ്മേളനത്തിൽ പോലും വളരെ വലിയൊരു പ്രതിഷേധമാണ് രഞ്ജിത്തിന് നേരെ ഉണ്ടാകുന്നത്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, സമാപന സമ്മേളനത്തിൽ രഞ്ജിത്ത് വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് ഡെലിഗേറ്റ്സുകളും അതോടൊപ്പം തന്നെ കാണികളും ഉച്ചത്തിൽ കൂവുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് സംസാരിക്കാൻ തുടങ്ങവേ ഉച്ചത്തിലാണ് രഞ്ജിത്തിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൂവിയത്. അതിനുശേഷം രഞ്ജിത്ത് സംഘാടക സമിതിക്കാരെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പിന്നിൽ നിന്നും പ്രവർത്തിച്ച മറ്റു സ്റ്റാഫുകളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവരെ അനുമോദിക്കുകയും ചെയ്തത്. തുടർന്ന് പ്രസംഗം തുടരുകയായിരുന്നു. പ്രകോപനപരമായിട്ട് രീതിയിൽ കഴിഞ്ഞ വർഷത്തതുപോലെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലൊന്നും ഇത്തവണ സംസാരിച്ചില്ല എന്ന് വേണം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ എന്റെ വയനാടിലുള്ള പട്ടികളുടെ പുര പോലെയാണ് ഞാൻ ഈ കൂവലിനെ കാണുന്നതെന്നായിരുന്നു രഞ്ജിത്ത് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പഴയ SFI കാരനാണെന്നും സംസാരിച്ചത്. ഇത്തവണ എന്നാൽ അതിതൊക്കെ വ്യത്യസ്തമായി സംഘാടകരെ അനുമോദിച്ചതിനു ശേഷം പ്രതികരണങ്ങൾ, അതായത് വേദിയിൽ നിന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കും കൂവലുകൾക്കും മറുപടി പറയാതെയാണ് രഞ്ജിത്ത് അധ്യക്ഷ പ്രസംഗം നടത്തി മടങ്ങിയത്. എന്തായാലും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 28ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അവാർഡ്ദാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വേദിയിൽ നിന്ന് ഉയർന്നത്. എന്തായാലും മികച്ച സിനിമ ഉൾപ്പെടെയുള്ള അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ടിൻഡു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.